ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 1 തെസലോനിയൻസ് 1 അധ്യായം അതിൻ്റെ 4 വാക്യം. 1 തെസലോനിയൻസ് 1 അധ്യായം അതിൻ്റെ 4 വാക്യം. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുക. നോയിങ് ഹിസ് ചോയ്സ് ഓഫ് യു. നോയിങ് ഹിസ് ചോയ്സ് ഓഫ് യു. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുക. സ്തോത്രം. ഇവിടെ അപ്പസ്തോലനായിരുന്ന പൗലോസാണ് ഇതെഴുതുന്നത്. പൗലോസിനോടുകൂടെ മറ്റ് 2 പേരും കൂടെ ഉണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, സിൽവാനസ്, അതുപോലെ തന്നെ തിമോത്തി. ഇവർ 3 പേരും കൂടെയാണ് 1 തെസലോനിയൻസ് ഈ ലേഖനം എഴുതുന്നത്. വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട, ജീവിതത്തിൽ ഒപ്പിയെടുക്കേണ്ട ഒരു ദൂതാണ് ദൈവം ഇന്ന് തന്നിരിക്കുന്നത്. അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒട്ടനവധി വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാമല്ലോ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു, യാക്കോബിൻ്റെ ലേഖനമാണ് ആദ്യം എഴുതിയ പുതിയ നിയമ പുസ്തകം. അത് AD 45-നും 49-നും ഇടയ്ക്ക് എഴുതി എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതിനുശേഷം എഴുതിയ പുസ്തകങ്ങളുണ്ട്. അത് AD 50-ലാണ്. AD 50 എഴുതിയ പുസ്തകങ്ങളിൽ 2 ഉണ്ട് ചിന്തിക്കുവാനായിട്ട്. ഒരു കൂട്ടർ പറയുന്നു 1 തെസലോനിയൻസ് ബുക്കാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു പറയുന്നത് മാത്യു ഗോസ്പൽ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പസ്തോലനായിരുന്ന പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ്. 14 ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ആദ്യം എഴുതിയ ലേഖനമാണ് 1 തെസലോനിയൻസ്. ഈ 1 തെസലോനിയൻസ് എഴുതിയ വ്യക്തി തന്നോട് കൂടെ സിൽവാനസ്, തിമോത്തി എന്ന് 2 പേരും കൂടെ ഉണ്ട്. ഇവർ എഴുത്തിലൂടെ ആദ്യമായിട്ട് ചർച്ചിനെ അഭിസംബോധന ചെയ്യുകയാണ്. തെസലോനിക്ക സഭയ്ക്ക് വേണ്ടിയാണ് എഴുതുന്നത്. അഭിസംബോധന ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം സല്യൂട്ടേഷനുണ്ട്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ തെസലോനിയൻസ് 1 തെസലോനിയൻസ് അതിൻ്റെ 1 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സല്യൂട്ടേഷനാണ്. ഞങ്ങൾ 3 പേരും ഇത് എഴുതുന്നു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറയുന്ന ആ ആദ്യത്തെ 3 വാക്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 4-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിൽ ആദ്യം തന്നെ അവരോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതിയ ആ വ്യക്തി തൻ്റെ മെസ്സേജ് തുടങ്ങുന്നതിന് മുന്നമേ ആദ്യം തന്നെ ചർച്ചിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് 4-ാം വാക്യം. എന്താണത്? നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സല്യൂട്ടേഷൻ്റെ ഒടുവാണത്. ഞങ്ങൾ എന്ന് വെച്ചാൽ 3 പേരുണ്ട്. പൗലോസ്, സിൽവാനസ്, തിമോത്തി. 3 പേരും കൂടെ നിങ്ങൾക്ക് അതിന് വന്ദനം ചൊല്ലുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് ആദ്യത്തെ ഒരു ചോദ്യമാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവർ പോൾ ആസ്ക്ഡ്. അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഏറ്റവും എന്താ പറയുക, എടുത്തു പറയത്തക്ക ആദ്യത്തെ തിയോളജിക്കൽ ഡിക്ലറേഷനാണ് ഇത്. ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു ഡിക്ലറേഷനാണ്. അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ് അറിയുന്നത്? നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. മറ്റ് എന്തെങ്കിലും നിങ്ങളോട് എഴുതി നിങ്ങളെ ഉത്സാഹിതരാക്കുന്നതിന് മുന്നമേ നിങ്ങളോടൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. We would like to ask the same question
ടു ഈച്ച് വൺ ഓഫ് us. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ നാം അറിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ കോളിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ യുണീക്നെസ്, ഈ കോളിങ്ങിൻ്റെ പ്രത്യേകത, സ്പെഷ്യാലിറ്റി നമുക്ക് അറിയാം. പെട്ടെന്ന് നമുക്ക് ചില വാക്യങ്ങളിലൂടെ അത് ചിന്തിക്കാം. ഒന്ന് പറയുന്നു, ഇറ്റ് ഈസ് എ ഹോളി കോളിംഗ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിങ്ങളുടെ ഈ വിളി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹോളി കോളിംഗ്. മാത്രവുമല്ല, ഇറ്റ് ഈസ് പ്യുവർലി ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം ഉള്ള ഒരു തിരഞ്ഞെടുപ്പിനെയാണ്, അല്ലെങ്കിൽ ഒരു കോളിങ്ങിനെയാണ് ഇവിടെ പറയുന്നത്. വായിച്ചാട്ടെ, 2 തിമോത്തി 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിക്ക് വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുൻപേ ക്രിസ്തയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അവൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണം, നമ്മുടെ ഒരു പ്രയത്നം കൊണ്ടുമല്ല, അവൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണം വിശുദ്ധ വിളിയാൽ. ഇറ്റ്സ് എ ഹോളി കോളിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ്, സിൽവാനസ്, അതുപോലെ തന്നെ തിമോത്തിയോസ് ഒരുമിച്ച് ചേർന്ന് സഭയോട് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി, നിങ്ങളുടെ വിളിയെപ്പറ്റി നിങ്ങൾക്ക് അറിയുന്നുവല്ലോ എന്നാണ് അവരോട് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ഹോളി കോളിംഗ്. അടുത്തത് പറയുന്നു, ഇറ്റ് ഈസ് എ ഹെവൻലി കോളിംഗ്. ഒരു സ്വർഗീയ വിളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വായിക്കാം എബ്രായർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിയായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ അത് യേശുവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രവുമല്ല, ഇതെന്താണ്? സ്വർഗീയ ഒരു ഹെവൻലി കോളിംഗ് ആണ്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവർ. അപ്പോൾ നമ്മൾ ഈ വിളിയെക്കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. ഇറ്റ് ഈസ് എ ഹോളി കോളിംഗ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഹെവൻലി കോളിംഗ്. അടുത്തത് പറയുന്നത്, ഇറ്റ് ഈസ് റിവോക്കബിൾ. അവൻ വിളിച്ചാൽ വിളിച്ചത് തന്നെയാണ്. ആമേൻ. അങ്ങനത്തെ ഒരു കോളിംഗ് ആയത് നമുക്ക് എവിടെ കാണാൻ പറ്റും? റോമർക്കെഴുതിയ ലേഖനം 11:29. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അവൻ അനുദപിക്കുന്നില്ല. When God called you, it is irrevocable. അതിനെ തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല, ദൈവത്തിന് തിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ we can make it, എന്താ പറയുക, അതില്ലാതാക്കുവാനായിട്ട് നമുക്ക് കഴിയും. എന്നാൽ ദൈവത്തിന് കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും, ചിലരിപ്പോൾ പഠിപ്പിക്കുന്നത് അവൻ വിളിച്ച വിളി ഇറവോക്കബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അവൻ അങ്ങ് എടുക്കുമെന്ന്. അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ റോങ് ടീച്ചിങ്. അവൻ വിളിയെക്കുറിച്ച് അവൻ അനുദപിക്കുന്നില്ല. ഇറ്റ് ഈസ് ഇറിവോക്കബിൾ. അവൻ വിളിച്ചത് വിളി തന്നെയാണ്. എന്നാൽ ഞാനും നിങ്ങളും എത്രമാത്രം വിളി കേട്ടു, അല്ലേ? നമ്മൾ പലരെയും വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചു എന്നുള്ളത് വാസ്തവമാണ്, ഞാനത് ശരിക്കും വിളിച്ചു. പക്ഷെ പലരും കേൾക്കാതെ കടന്നു പോകുന്നു എന്ന് കരുതി ഞാൻ വിളിച്ചത് കൊണ്ട് നീ എപ്പോഴും എൻ്റെ കൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇറ്റ് ഈസ് ദ സെയിം തിങ്. അപ്പോൾ ഇറ്റ് ഈസ് ഇറിവോക്കബിൾ. ആ തിരിച്ചെടുക്കാൻ പറ്റാത്ത ആ വിളിയെക്കുറിച്ച് ഞാനും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ആദ്യം തന്നെ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ വി ഷുഡ് നോ അബൌട്ട് അവർ കോളിംഗ്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തത് നമുക്ക് പറയാം, ഇത് പറഞ്ഞിരിക്കുന്നത് ഈ കോളിങ്ങിനോട് കൂടെ അവൻ അതിൻ്റെ ഒരു അഷ്വറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വിളിച്ചെന്ന് വെറുതെ അങ്ങ് വിളിച്ചത് മാത്രമല്ല, അവൻ്റെ സപ്പോർട്ട്, അവൻ്റെ സാന്നിധ്യം എല്ലാം കൂടെ നമുക്ക് തന്നുകൊണ്ടുള്ളൊരു വിളിയായത്. ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ കോളിംഗ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഹി ഈസ് റെസ്പോൺസിബിൾ. ഹി നോ ഹൗ ടു മേക്ക് ഇറ്റ് ഫോർ ഗുഡ്. അങ്ങനത്തെ ഒരു വിളിയാ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. നമ്മൾ അറിയാതെ പോയാൽ എന്തൊരു മണ്ടത്തരമാണ്. സ്തോത്രം. ഇറ്റ് ഈസ് എ ഹെവൻലി കോളിംഗ്, ഇറ്റ്സ് എ ഹോളി കോളിംഗ്, ഇറ്റ് ഈസ് ഇർറിവോക്കബിൾ. ആൻഡ് ഇവിടെ പറയുകയാണ്, ഇറ്റ് കംസ് ടുഗെദർ വിത്ത് ആൻ അഷ്വറൻസ്. അവൻ പറയുന്നു,
നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ഇനി ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. സ്തോത്രം. 2 പത്രോസ് 1:3. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. വിളിച്ചവൻ പരിജ്ഞാനമുള്ളവനാണ്. വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യുന്നുവല്ലോ. ഇറ്റ് ഈസ് ടുഗദർ വിത്ത് ദ കോളിംഗ്. എന്ത് ചെയ്തിരിക്കുന്നു? അവൻ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇറ്റ് ഈസ് ടുഗദർ വിത്ത് ദ കോളിംഗ്. ഹി ഈസ് ഗിവിംഗ് ദ അഷ്വറൻസ്, ഐ ആം വിത്ത് യു. ആ വിളിച്ചവന്റെ പരിജ്ഞാനമാ. അത്രയും വലിയൊരു വിളിയാ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. ആമേൻ. ഇനി പറയുന്നു, ഈ വിളി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമൽ അല്ല, ട്രാൻസ്ഫോർമേഷണൽ. ഹല്ലേലൂയ. അത് മാറ്റം കൊണ്ടുവരുന്ന ഒരു വിളിയാണ്. അതെങ്ങനെ നമുക്കറിയാൻ പറ്റുന്നത്? വായിച്ചട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8:29 മുതൽ 29-30 വാക്യങ്ങൾ വായിച്ചത്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകൻ സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. അവൻ എന്തിനു വേണ്ടിയാണ്? ഈ വിളിയുടെ ഉദ്ദേശമുണ്ട്. അത് എന്തിനു വേണ്ടിയാ? അതൊരു ട്രാൻസ്ഫോർമേഷനലാണ്. എന്ന് വെച്ചാൽ അത് ഏതുമല്ലാത്ത ഒരു വ്യക്തിയെ എന്താക്കുന്നു? തൻ്റെ ഓമന പുത്രനെ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നും മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ കോളിംഗ്. എന്തിനു വേണ്ടിയാണ് എന്നെ വിളിച്ചത്? എന്തിനു വേണ്ടിയാണ്? ഞാൻ ഏത് അവസ്ഥയിലോ ഏത് കുടുംബത്തിലോ ഏത് പൊസിഷനിലോ ഇരുന്ന ആളാണോ എന്നതല്ല അവിടുത്തെ വിഷയം. എന്നെ ആരാക്കി മാറ്റും എന്നതാണ് വിഷയം. ഈ വിളിയുടെ ഉദ്ദേശം ഇറ്റ് ഈസ് പർപ്പസ്ഫുൾ, മാത്രവുമല്ല ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷണൽ. അത് നമ്മിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു വിളിയാണ്. മാത്രവുമല്ല ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുക, ഇറ്റ് ഈസ് പ്രീ ഡെസ്റ്റിൻഡ്. നമ്മൾ ആ വായിച്ച വാക്യത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട്. എന്താണ്? അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും. ഇറ്റ് ഈസ് പ്രീ ഡെസ്റ്റിൻഡ്. അവൻ നേരത്തെ അറിഞ്ഞതുവരെയാണ് അവൻ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനം വായിച്ചാട്ട് അതിൻ്റെ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം ക്രിസ്തയേശു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുന്നു. നമ്മൾ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ പ്രീഡെസ്റ്റിൻ ചെയ്തതാണ്. എന്നിട്ടുള്ളൊരു വിളിയാണിത്. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയെ അറിയുന്നുവല്ലോ, തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. If you do not know whatever I am going to tell you, whatever I am going to write to you, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. The first thing ever a Christian should know that he was called by God. മാത്രമല്ല ആ വിളിയുടെ പ്രത്യേകത എന്താണ്? ആരാണ് വിളിച്ചിരിക്കുന്നത്? എന്ത് ഉദ്ദേശത്തോടു കൂടെയാണ്? മാത്രമല്ല നമുക്കറിയാൻ പറ്റും, ഇറ്റ് ഈസ് ടിൽ ദി ഇറ്റേണിറ്റി. ഈ വിളി എന്ന് പറയുന്നത് എവിടെയെങ്കിലും വെച്ച് അവസാനിക്കുന്നതല്ല, ടെമ്പററി കോൾ അല്ല ഇത്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 2 പത്രോസ് 1:10-11 വാക്യങ്ങൾ വായിച്ചിട്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തയേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഒരു എൻട്രൻസും കൂടെയായത്. ഇതിൽ നിൽക്കുകയാണെങ്കിൽ, ആ വിളിയെ നമ്മൾ ഉറപ്പാക്കുകയാണെങ്കിൽ, നമുക്ക് നിത്യരാജ്യത്തിലുള്ള ആ ദൈവിക രാജ്യത്തിലോട്ടുള്ള നമ്മുടെ പ്രവേശനം അത് ധാരാളമായി സാധിക്കും എന്ന് പറയുന്നു. ഇത്രയും വിലപ്പെട്ട ഒരു കോളിംഗ് ആണ് ദൈവം ഒന്നുമല്ലാതിരുന്ന നമ്മുടെ മേൽ ചൊരിഞ്ഞത്. പൗലോസ് പറയുന്നു, സിൽവാനസിനോടും അതുപോലെ തന്നെ തിമോത്തിയോസിനോടും കൂടെ ചേർന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം എന്ന് പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ ആ വിളിയെക്കുറിച്ച് അറിയാതിരിക്കും? അല്ലെങ്കിൽ അറിയാതിരുന്നാൽ എത്ര
മോശമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നെ ദൈവം വിളിച്ചതാണെന്ന്? എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും അറിയുന്നത് എന്നെ വിളിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അറിയുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർക്കറിയാം. എനിക്കും നിങ്ങൾക്കത് അറിയുമോ? എൻ്റെ വിളി, എൻ്റെ തിരഞ്ഞെടുപ്പ് എനിക്കറിയുമോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ സ്നാനപ്പെട്ടല്ലോ, ഞാൻ ചർച്ചിൽ പോകുന്നുണ്ടല്ലോ, എൻ്റെ നന്മകൾ നോക്കിക്കേ, എൻ്റെ ഇപ്പോഴത്തെ പൊസിഷനും പവറും നോക്കിക്കേ, ഞാനിപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾ നോക്കിക്കേ, ഇതെല്ലാം കണ്ടാൽ അറിയത്തില്ലേ എൻ്റെ മേലുള്ള വിളിയെക്കുറിച്ച് എന്ന് നാം തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ ഇതല്ല. നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഹൗ ടു നോ, ഹൗ ടു ബി അഷ്വേർഡ്. പൗലോസിൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾ അറിയുന്നുവല്ലോ. യു ഷുഡ് നോ. ഹൗ ദേ വിൽ നോ? ഹല്ലേലൂയ. മൂന്ന് അടയാളങ്ങൾ നമ്മൾ ആ വിളിയിൽ ഉൾപ്പെട്ടവരാണെന്ന്, എൻ്റെ ദൈവം ആ വിശുദ്ധ വിളിയിൽ, ആ ഹോളി കോളിങ്ങിൽ, ആ ഹെവൻലി കോളിങ്ങിൽ, ഇറവോക്കബിൾ ആയിട്ടുള്ള ആ ട്രാൻസ്ഫോർമേഷണൽ കോളിങ്ങിൽ, ഇറ്റേണലായിരിക്കുന്ന ആ വിളിയിൽ ഞാൻ അംഗമാണ് എന്നറിയാൻ മൂന്ന് അടയാളങ്ങളുണ്ട്. ഈ മൂന്നുമുണ്ടെങ്കിൽ നമുക്കറിയാം ഞാൻ ആ വിളിയിൽപ്പെട്ട ആളാണ്. സ്നാനപ്പെട്ടത് കൊണ്ടായില്ല, നമ്മൾ പള്ളിയിൽ പോയത് കൊണ്ടായില്ല, പ്രസംഗിച്ചത് കൊണ്ടായില്ല, നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ദൈവം തന്നതുകൊണ്ടും ആയില്ല. വി ഷുഡ് നോ വാട്ട് ഈസ് ദാറ്റ്. ഒന്ന്, സ്തോത്രം, എ ഹാർട്ട് ദാറ്റ് റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്. മൂന്ന് അടയാളങ്ങളാണ് എൻ്റെ മേൽ ആ വിളിയുണ്ട്, അല്ലെങ്കിൽ ആ വിളിയെക്കുറിച്ച് അറിവ് നൽകുന്ന മൂന്ന് ഘടകങ്ങൾ. ഒന്ന്, ഐ ഷുഡ് ഹാവ് എ ഹാർട്ട് ദാറ്റ് റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്. ദൈവ വചനത്തിനെ അനുസരിക്കുന്ന, പ്രതികരിക്കുന്ന, അതിനോട് യോജിക്കുന്ന ഒരു ഹൃദയം നമുക്ക് ആദ്യം ഉണ്ടാകണം. നമുക്ക് എങ്ങനെയാണ് അത് പറയാൻ കാരണമുണ്ടായത്? നമുക്ക് നോക്കാം. 1 തെസ്സലോനിക്കർ 1 ഇപ്പോൾ 4-ാം വാക്യത്തിൽ ചോദിച്ചു, 4-ാം വാക്യത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് 5ഉം 6ഉം വാക്യങ്ങൾ എന്താണ് പറഞ്ഞത്? വായിച്ചാട്ടെ. ഞങ്ങളുടെ സുവിശേഷം എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം നിങ്ങൾ അറിഞ്ഞു കാണണം. കാരണം ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. നിങ്ങൾ ഈ സുവിശേഷം, നിങ്ങളുടെ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ശക്തിയോടും അതിൻ്റെ പ്രാഗൽഭ്യത്തോടും കൂടെ വന്നപ്പോൾ, കഷ്ടതയുടെ നടുവിലും നിങ്ങൾ അത് സ്വീകരിച്ചു എന്ന് പറയുന്നു, വചനം കൈക്കൊണ്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിളിയെക്കുറിച്ച് അറിയാം എന്ന് പൗലോസിന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സിൽവാനസ് പറഞ്ഞത്, തിമോത്തിയോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം കഷ്ടങ്ങളിലും ആ വചനം അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെന്ത് ചെയ്തു? റിസീവ് ചെയ്തു. എ ഹാർട്ട് ടു റിസീവ് ഗോഡ്സ് വേർഡ്. ദ ഫസ്റ്റ് എന്താ പറയുക, സൈൻ ദാറ്റ് വി ആർ called by God. വചനത്തിനൊരു എരിവുണ്ടായിരിക്കും. വചനം റിസീവ് ചെയ്യുവാനായിട്ട്, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചത് എടുത്തോണം. ഹല്ലേലൂയ. നമുക്ക് വചനവുമായിട്ട് അല്ലേ, ആ തേൻകട്ട പോലെ, അല്ലെങ്കിൽ അതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുക്കുവാൻ, കഷ്ടങ്ങളിലും, നമുക്ക് വലിയ കഷ്ടമൊന്നുമില്ല, പക്ഷെ ബൈബിൾ വായിക്കാൻ നേരമില്ല. ഇവിടെ പറഞ്ഞതല്ല, നീ വിളിയിൽ അകപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഏത് കഷ്ടങ്ങളിലൂടെ നീ കടന്നുപോയാലും വചനം ഉൾക്കൊള്ളുവാനായിട്ട് നിനക്ക് എന്തുണ്ട്? ഒരു ഉത്സാഹമുണ്ടായിരിക്കും. നമുക്കറിയാമല്ലോ, ആ കാലത്ത് ആദ്യം ഒരു ലേഖനം എഴുതിയത് ആരാണ്? ജെയിംസ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ബുക്കാണ് ഇത് എഴുതുന്നത്. അന്നത്തെ കാലയളവ് നമുക്കറിയാം, പരീക്ഷയിലൂടെ അല്ലെങ്കിൽ ട്രയൽസിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാക്കോബും പറഞ്ഞത് അതാണ്, എന്ത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന നിങ്ങൾ എന്തുണ്ടാക്കി? സ്ഥിരത ഉളവാക്കി നിങ്ങൾ കൊള്ളാകുന്നവരായി തികഞ്ഞു.
അപ്പോൾ ദൈവവചനത്തോടൊരു താല്പര്യം. ഇനി നമുക്ക് വായിക്കാം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യന്റെ വചനത്തിനായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. പലപ്പോഴും നമുക്ക് ദൈവവചനമായിട്ടൊന്നല്ല, രാവിലെ പോകുമ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നടക്കുമോ ഇല്ലോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ലോട്ടറി ആയിട്ടാണ് പലപ്പോഴും ദൈവവചനം, അല്ലേ? നിങ്ങളിന്ന് പോകുമ്പോൾ ഇന്ന് നിൻ്റെ കാര്യങ്ങളൊക്കെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ദൈവം എന്നോടൊരാളെ ഇടയ്ക്ക് ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം ഇതിൽ പറയുന്നു ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ദൈവം അനുഗ്രഹിക്കും എന്നുള്ള വാക്യം എടുത്തിട്ട് എന്നോട് ചോദിക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് പറഞ്ഞ് കേൾക്കാൻ നല്ല സുഖമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ എല്ലാ കഷ്ടത്തിലും നിന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇത് അതല്ല. ദൈവത്തിൻ്റെ വചനം എല്ലാം ദൈവവചനമാണ്, ദൈവം പറഞ്ഞതാണ്. അത് ഹല്ലേലൂയ എന്ത് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ അത് അപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലാക്കി ഏറ്റെടുക്കുന്നത് പോലെ തെസ്സലോനിക്കർ ചെയ്തത് അതാണ്. ഞങ്ങൾ സംസാരിച്ച വചനങ്ങൾ അത് ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. സ്തോത്രം. ഇവിടെ നമ്മൾ ഈ ഹോളി കോളിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, വിശുദ്ധ വിളിയെക്കുറിച്ച് അവിടെ പറഞ്ഞപ്പോൾ തിമോത്തിയോസാണ് അത് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവിടെ ഒന്ന് നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 1:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അവൻ നമ്മെ രക്ഷിക്കുകയും സുവിശേഷത്തിനൊത്തവണ്ണം കഷ്ടം സഹിക്കുക. എന്നിട്ട് അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിക്ക് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുൻപേ യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അപ്പോൾ ഇവിടെ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, അല്ലേ? നമ്മൾ പറഞ്ഞു അതിൻ്റെ കൃപ അവൻ്റെ കൃപയ്ക്ക് ഒത്തവണ്ണമാണെന്ന് പറഞ്ഞു. അതിന് മുന്നേ പറയുകയാണ്, അതുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധൻ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ദൈവവചനത്തെ സുവിശേഷത്തിന് ഒത്തവണ്ണം നീ എന്ത് ചെയ്യണം? നീ കേട്ട അതിന് ഒത്തവണ്ണം സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീ കഷ്ടം സഹിക്കുക. അതിനു വേണ്ടി നീ നിന്നെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ടാണ് വിശുദ്ധ വിളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ വിശുദ്ധ വിളിയെ കൃപയ്ക്ക് ഒത്തവണ്ണം അത്രേ എന്ന് പറഞ്ഞ അടുത്ത വാക്യം, ആ സുവിശേഷത്തിന് സകല കാലത്തിനു മുൻപേ ക്രിസ്തയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിക്കുകയും അപ്പോസ്തലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. അടുത്ത 2 വാക്യം കൂടെ. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഇവിടെ ആ നല്ല ഉപനിധി എന്താണ്? നല്ല ഉപനിധി ദ ഗോസ്പൽ ദാറ്റ് യു ഹാവ് ഹേർഡ്. ആ പത്യവചനം അത് നല്ലപോലെ സൂക്ഷിച്ചു കൊള്ളുക. എന്തിനെക്കുറിച്ചാണ് തിമോത്തിയോസിനോട് പറഞ്ഞത് പൗലോസ്? വിശുദ്ധ വിളിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വിശുദ്ധ വിളി നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാണ് എങ്കിൽ ദൈവവചനത്തോടുള്ളൊരു താല്പര്യം നമ്മുടെ ഉള്ളിൽ കാണും. അതുകൊണ്ട് ആദ്യത്തെ തെളിവെന്ന് പറയുന്നത് ഞാൻ വിശുദ്ധ വിളിയിൽ അല്ലെങ്കിൽ ആ ഹെവൻലി കോളിങ്ങിൽ ഞാൻ ഉണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട് എന്നതിന് ആദ്യത്തെ തെളിവാണ് എ ഹാർട്ട് ദാറ്റ് റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്. മാത്രവുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസ്പോണ്ട് ചെയ്യുക മാത്രമല്ല, അതിനെ നിവർത്തിക്കുക, അതിനെ കരുതുക, അതിനെ ഗാർഡ് ചെയ്യുക, അതിനെ സൂക്ഷിക്കുക. അങ്ങനത്തെ ഒരു ഹൃദയമുള്ളവൻ ആണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ. സ്തോത്രം. നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടോ? സ്തോത്രം. രണ്ടാമത് സ്തോത്രം നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഒരു ഹൃദയം, അത് ദൈവവചനത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നൊരു ഹൃദയമുണ്ട്. രണ്ടാമത് വേണ്ടത് വിശ്വാസം. അത് കഷ്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, സഹിച്ചു നിൽക്കാൻ പറ്റുന്നൊരു വിശ്വാസം ഈ വിളിക്കപ്പെട്ട വ്യക്തികൾക്കുണ്ട്. എ ഹാർട്ട് ദാറ്റ് റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്
എ ഫെയ്ത്ത് ദാറ്റ് endures ട്രയൽസ്. നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോയാലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉറപ്പാണ് നാം വിളിയിൽ അകപ്പെട്ട വ്യക്തിയാണ്. നമുക്കതെങ്ങനെ മനസ്സിലാക്കാം? 1 തെസ്സലോനിയൻസ് 1-3-4 വാക്യങ്ങൾ വായിച്ചോട്ടെ. 3-4 വാക്യം വായിച്ചോട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും അവരുടെ വിശ്വാസം അവരിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറഞ്ഞു എന്താണ്? അതിനുശേഷം സുവിശേഷത്തിനോടുള്ള അവരുടെ പ്രതികരണം. എന്നാൽ ഇവിടെ പറയുന്നു അവരുടെ വിശ്വാസം അത് കഷ്ടങ്ങളിലും. അടുത്ത വാക്യം വായിച്ചാട്ടെ. സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പിന്നീട് വായിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ത്? നിങ്ങൾ വിളിയിൽ നിങ്ങളെക്കുറിച്ച് അറിവുള്ളവരാണ്. ഒന്ന്, നിങ്ങളുടെ വചനത്തോടുള്ള നിങ്ങളുടെ താല്പര്യം, സുവിശേഷത്തോടുള്ള നിങ്ങളുടെ സ്നേഹം. 2, ഈ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നപ്പോഴും നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരായിരുന്നത് നിങ്ങളുടെ വിളിയുടെ തെളിവാണ്. സ്തോത്രം. നിങ്ങളുടെ വിളിയുടെ തെളിവാണ്. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. 1 തെസ്സലോനിയൻസ് 1:8. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്ന് മക്കദോന്യയിലും അഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയാൻ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്തുണ്ടായി? അത് നിങ്ങളിൽ നിന്ന് അത് ലോകത്തിൻ്റെ അറ്റത്തോളം പലയിടങ്ങളിലേക്കും അത് വ്യാപരിക്കുവാൻ ഇറ്റ് വെന്റ് ഫോർത്ത്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പലരും സ്തോത്രം. അതിൻ്റെ അർത്ഥം അവർ അത്രയും വിശ്വാസത്തിൽ ഉള്ളവരായിരുന്നു. ഈ സാഹചര്യം എപ്പോഴാണ്? 12 ഗോത്രങ്ങളും ചിതറിപ്പെട്ട് പാർക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ തെസലോനിക്കയിൽ ഒരു സഭ ഉണ്ടായിട്ട് കാണണം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങളിലും എന്തു ചെയ്തു? വിശ്വാസത്തെ മുറുകെ പിടിച്ചു. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ അടയാളം, ഞാൻ വിളിക്കപ്പെട്ടവനാണോ എന്നതിനെ അറിയുന്ന രണ്ടാമത്തെ അടയാളം ഇതാണ്: എ ഫെയ്ത്ത് ദാറ്റ് എൻഡ്യൂർസ് ട്രയൽസ്. നമ്മൾ ഏത് കഠിന സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ പിന്നീട് പൗലോസ് നമ്മൾ ആ ഹോളി കോളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വായിച്ച വാക്യമാണ്, ഒന്നുകൂടെ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 2 തിമോത്തിയോസ് 1:12 എന്താ പറഞ്ഞത്? അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഈ ഹോളി കോളിങ്ങിൽ ഉണ്ടെന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ എൻകറേജ് ചെയ്യുകയാണ്. അവനോട് പറയുന്ന കാര്യം ഇതാണ്: ഇതൊക്കെ സംഭവിക്കും, പലതും ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നാം ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്നുള്ളത് നാം അറിയണം. നമുക്ക് ഒരു വിശ്വാസമുണ്ടായിരിക്കണം. ഏത് ക്രൈസിസിലും ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, എൻ്റെ യേശു ആരാണ് എന്നുള്ളൊരു ഉറപ്പ് ഈ വിളിക്കപ്പെട്ട വ്യക്തിക്കുണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നു, ഐ നോ ഹും ഐ ഹാവ് ബിലീവ്ഡ്. ഞാൻ ആരെയാണോ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നല്ലതുപോലെ അറിയുന്നു. ഏത് ട്രയൽസ് വന്നാലും പ്രയാസങ്ങൾ വന്നാലും എനിക്കറിയാം, എൻ്റെ വിശ്വാസം കെട്ടുപോകുന്നതല്ല. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3:1 നമ്മൾ നേരത്തെ വായിച്ച വാക്യം എന്ന് പറഞ്ഞാട്ടെ. അവിടെ പറയുന്നുണ്ട് ഹെവൻലി കോളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവേ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. നമ്മൾ സ്വീകരിച്ച് പറയുന്ന ആ യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത് നാം അറിയണം. അവൻ്റെ ജനനം, യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അവൻ്റെ ജനനം, അവൻ്റെ ജീവിതം, അവൻ്റെ ശുശ്രൂഷ, അവൻ്റെ മരണം, അവൻ്റെ ഉയിർപ്പ്, ആ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. നിൻ്റെ വിശ്വാസം ഉറച്ചു വരും. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, ആ യേശുവിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണം. നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ.
ഏത് സാഹചര്യത്തിലും യേശുവിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ളതിന് രണ്ടാമത്തെ തെളിവാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വചനത്തെ റിസീവ് ചെയ്യുന്ന ഒരു ഹൃദയം വേണം, വചനത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം വേണം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് നല്ല വിശ്വാസം വേണം. യേശുവിൽ നല്ല വിശ്വാസം വേണം. പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോകാം, എന്നാൽ യേശുവിൽ വിശ്വാസം ഉറച്ചു നിൽക്കുന്നതാണെങ്കിൽ തെളിവാണ്, ഞാൻ വിളിയിൽ അകപ്പെട്ടവനാണ്, എൻ്റെ മേൽ അവൻ്റെ വിളിയുണ്ട്. സ്തോത്രം, ആമേൻ. മാത്രവുമല്ല, സ്തോത്രം, അടുത്തത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? എന്താണ്? മറക്കുന്നു പോകരുത്. കാരണം ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം. കാരണം പൗലോസ് ചോദിക്കുകയാണ്, വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ അവരിൽ ഉറപ്പാണ്. വചനത്തോടുള്ള സ്നേഹമുള്ള ഹൃദയം, 2 അവരുടെ വിശ്വാസം, ഏത് സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുന്ന വിശ്വാസം, 3 എ ലൈഫ് ദാറ്റ് റിഫ്ലക്റ്റ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന, യേശുവിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു ജീവിതം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ വിളിയിൽ ഞാൻ അകപ്പെട്ടവനാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എ ഹാർട്ട്, എ ഫെയ്ത്ത് ആൻഡ് എ ലൈഫ്. ആമേൻ. ഹല്ലേലൂയ. എ ഹാർട്ട് ദാറ്റ് റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്, എ ഫെയ്ത്ത് ദാറ്റ് എൻഡ്യൂർസ് ട്രയൽ, എ ലൈഫ് ദാറ്റ് റിഫ്ലക്റ്റ് ക്രൈസ്റ്റ്. യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മുടെ ഉള്ളിലുണ്ടോ? 1 തെസ്സലോനിയൻ 1:9-10 വാക്യങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായി യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവൻ തന്നെ പറയുന്നു. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്കുള്ളൊരു തിരിവ്. ആമേൻ. ഹല്ലേലൂയ. യേശു വിഗ്രഹങ്ങളെ അനുസരിച്ചും അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവൻ അവനെ പോലെ ആകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ വിഗ്രഹങ്ങളെ വിട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക്, യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയുന്നൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ നമ്മൾ യേശുവിനെ പോലെ ആകാനായി നമ്മൾ എന്തിരിക്കുന്നത്? മാറ്റപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രസിദ്ധമാണ്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വന്നത്? സ്തോത്രം. നമ്മളതിനെ വീണ്ടും പറയുകയാണ്. അതൊരു ഐഡൽസിനെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ മാറ്റിയിട്ട് ദൈവത്തിങ്കിലേക്ക് വരുന്ന ഒരവസ്ഥ. അത് അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വന്നത് എന്നുള്ള അവരുടെ ജീവിതത്തിൽ അത് കാണാമായിരുന്നു, അല്ലേ? എങ്ങനെയാണ് വിഗ്രഹങ്ങളെ വിട്ട് മറ്റു പലതിനെയും, അല്ലെങ്കിൽ ലോകത്തിൽ അവരുടെ ഇഷ്ടങ്ങളെ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കണ്ട താല്പര്യങ്ങളെ വെച്ച് ഓടിയിരുന്നവർ ഇപ്പോൾ ദൈവത്തിന് വേണ്ടി ഓടുന്നവരായി. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വരുന്നവർ. നമ്മൾ പണ്ടത്തെ ഒരു ആരാധന വിട്ട് ഇവിടെ വന്നു എന്നല്ല അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ നമുക്കത് ചിന്തിക്കാം. നമുക്കറിയാമല്ലോ, ഇത് ട്രാൻസ്ഫോർമേഷനിലാണ്. നമ്മൾ നേരത്തെ വായിച്ചു റോമർക്കെഴുതിയ ലേഖനം 8:29. എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്നത്? അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുന്നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. എ ലൈഫ് ദാറ്റ് റിഫ്ലക്റ്റ് ക്രൈസ്റ്റ്. വിളിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് എന്ത്? യേശുവിനെ കാണിക്കുന്ന, യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ വിളിക്കപ്പെട്ടു എന്നുള്ളതിന് ഉറപ്പാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ടു ബി ലൈക്ക് ഹിസ് സൺ. അവൻ്റെ ആ ഓമന പുത്രനെ പോലെ ആകുവാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി നമ്മെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതം അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കണം, യേശുവിനെ കാണിച്ചു കൊടുക്കുന്നത് ആയിരിക്കണം എന്ന് പറയുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ ആ ഹോളി കോളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? 2 തിമോത്തിയോസ് 1:13-14. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും അപ്പോൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും മാത്രമല്ല സ്നേഹത്തിലും. ക്രിസ്തുയേശുവിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്,
അതുപോലെ തന്നെ സ്നേഹവും ഉണ്ട്. ആ സ്നേഹത്തിൽ എന്താക്കി? മാതൃകയാക്കി. സോ ഈ ബിക്കെയിം എ മോഡൽ. ഈ സ്റ്റാർട്ടഡ് റിഫ്ലക്റ്റിംഗ് ക്രൈസ്റ്റ്. ആമേൻ. നമ്മൾ പാടിയതുപോലെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ യേശു, അവനുള്ള വിശ്വാസം മാത്രമല്ല, അവൻ്റെ സ്നേഹത്തിൽ നമ്മൾ മാതൃകയാക്കുകയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് റിഫ്ലക്റ്റ് ഇൻ അവർ ലൈഫ്സ്. ഇനി താഴോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്തോത്രം എന്താണ്? 1 പത്രോസ് 2:9 അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ ഇത് പറയുന്നത്. വായിച്ചിട്ട്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ എന്തിനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളോ അന്ധകാരം, നമ്മൾ വായിച്ചു, വിഗ്രഹങ്ങളെ വിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. തെസ്സലോനിക്കരോട് പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അറിയാമല്ലോ എന്ന്. ഇവിടെ ഹോളി കോളിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ തിമോത്തിയോസിനോട് പറയുന്നത് ഇതാണ്, അവൻ്റെ സ്നേഹവും വിശ്വാസവും നീ മാതൃകയാക്കുന്നുണ്ടല്ലോ. ഇവിടെ ആ സ്തോത്രം ട്രാൻസ്ഫോർമേഷണൽ കോളിങ്ങിനെ കുറിച്ച് എന്തിനാണെന്ന് പറയുന്നു. 2 പത്രോസ് പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ വിളിച്ചതിൻ്റെ കാരണം ഇതാണ്, അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം ആയി എന്ന് പറയുകയാണ്. അപ്പോൾ എ ലൈഫ് ദാറ്റ് റിഫ്ലക്റ്റ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഇതാണ് തെളിവ്. നമ്മൾ കുറേ ഇങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല ഞാൻ വിളിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന് തെളിവ്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നൊരു ജീവിതമുണ്ടോ? നമ്മുടെ തകർച്ചയിലും നമ്മുടെ നന്മയിലും നിറഞ്ഞു നിൽക്കുന്നൊരു വിശ്വാസമുണ്ടോ? സ്തോത്രം. വചനം അതുള്ളതുപോലെ ഏറ്റെടുക്കുവാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പിനെയും കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ടത് അതാണ്. അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. എൻ്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? എൻ്റെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? സ്തോത്രം. 1 പത്രോസിൽ നമ്മൾ വായിച്ചല്ലോ, പറയുകയാണ് നിങ്ങളുടെ വിളിയും എന്താ പറഞ്ഞിരിക്കുന്നത്? 1 പത്രോസ് യുവർ കോളിംഗ് ആൻഡ് ഇലക്ഷൻ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കുവിൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എന്ത് പറഞ്ഞിട്ടാണ് അവിടെ ഉറപ്പാക്കാൻ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? നമുക്ക് ആ ഭേദഭാഗം കൂടെ വായിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. നമുക്ക് വായിക്കാം 2 പത്രോസ് 1-ാം അതിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നമുക്ക് വായിക്കാം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. പറഞ്ഞുവല്ലോ, അവൻ വിളിയിൽ നമുക്ക് എല്ലാം ഉണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടിയത് എല്ലാം അവൻ ദാനം ചെയ്തിട്ടുണ്ട്, നമുക്ക് അവൻ തന്നിട്ടുണ്ട്. വിളിയിൽ അകപ്പെട്ടതാ. ഒരു തരത്തിൽ പറഞ്ഞ് ഇറ്റ്സ് എ പാക്കേജ്. വെൻ യു കോൾഡ് ഹി ഈസ് റെസ്പോൺസിബിൾ. എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഏറ്റെടുക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ഭാഗത്ത് നമ്മൾ ശോധന ചെയ്യേണ്ടത്. ഇനിയോട് പറഞ്ഞു, ഇനി വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, അവയാൽ അവൻ നമുക്ക് വലിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ. അപ്പോൾ നമ്മൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ അന്ധകാരത്തിൽ നിന്ന് വിട്ട് മാർവലസ് ലൈറ്റ്, അവൻ്റെ വിളിച്ചവൻ്റെ മാർവലസ് ലൈറ്റ്, അത് ഇറ്റ്സ് എ ട്രെമൻഡസ് എൻഡാണത്. അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഈ സാധാരണ സ്വഭാവം വിട്ട് നമുക്ക് എന്ത് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമോ? ദിവ്യ സ്വഭാവം വേണമെന്ന്. ഹല്ലേലൂയ. നമ്മൾ വിളിക്കപ്പെട്ടവരാണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്, തെളിവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അടുത്ത വാക്യം, അതു നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും. അപ്പൊ ഈ ദിവ്യ സ്വഭാവം വന്നെങ്കിൽ മാത്രമേ അതു നിമിത്തം നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങൾക്ക് വിശ്വാസത്തോട് വീര്യം വരും, ഓടും കർത്താവിന് വേണ്ടി. ഇനി പരിജ്ഞാനം വരും. പരിജ്ഞാനം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരസ്പര സ്നേഹത്തിൽ നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ പരിജ്ഞാനത്തിലും വീര്യത്തിലും നമ്മൾ വർദ്ധിച്ചു വരും. അടുത്ത വാക്യം,
പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും, ഇന്ദ്രിജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇതൊക്കെയാണ് ദിവ്യ സ്വഭാവത്തിൻ്റെ ലക്ഷണങ്ങൾ. നമുക്ക് അവനെ പിടിച്ചില്ല, ഇവനെ പിടിച്ചു, അവളെ പിടിച്ചില്ല, അല്ലേ? അല്ലെങ്കിൽ ഇത് വേണ്ട, അത് സാരില്ല, ഇനി മിണ്ടത്തില്ല. ഇന്ന് മുന്നേ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, 2 പേരാണ് എന്നെ ബ്ലോക്ക് ചെയ്തത്. ഒരാളിപ്പോൾ തുറന്നു തന്നിട്ടുണ്ട്, ഇനി ഒരാളും കൂടി ഉണ്ട് ബ്ലോക്ക് ചെയ്തത്. അത് ബ്ലോക്ക് ചെയ്തത് ആരാണെന്നറിയാമോ? ആളുടെ പേരൊന്നും ഞാൻ പറയില്ല, ഒരു പാസ്റ്ററാണ്. ഞാൻ പറയുന്നത്, നമ്മൾ സഹോദര സ്നേഹം, സഹോദര പ്രീതി, പേര് കേട്ട പാസ്റ്ററാണ് കേട്ടോ, അതും കൂടെ പറയും. ആരാണെന്നും പറയില്ല, പേര് പറയത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വർദ്ധിച്ചു വരണം, നമ്മൾ വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെന്നുള്ളതിന് ഉറപ്പാണ് നമ്മിൽ യേശുവിൻ്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ദൈവമക്കളെ, നമ്മുടെ ബുദ്ധിക്കനുസരിച്ചും നമ്മുടെ അറിവിനനുസരിച്ചും നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചാണ് നമ്മൾ ഇനിയും ജീവിക്കുന്നെങ്കിൽ നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി വളരെ നമ്മൾ ഒന്നുകൂടെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർത്താവ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് ചെയ്തതുപോലെ ചെയ്യാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. ആ ഹോളി കോളിങ്ങിന്, ദിവ്യ വിളിക്ക്, വിശുദ്ധ വിളിക്ക് നമ്മൾ ഓഹരിക്കാരാണ്. ആ ഇർറിവോക്കബിൾ ആയിട്ടുള്ള, ആ പർപ്പസ്ഫുൾ ആയിട്ടുള്ള, ആ ഇറ്റേണൽ ആയിട്ടുള്ള ആ വിളിക്ക് നമ്മൾ യോഗ്യരാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുണ്ടായിരിക്കണം. വേറെ ആരും പറഞ്ഞില്ലെങ്കിലും നമുക്ക് പറയാൻ കഴിയും, എന്നെ വിളിച്ചവൻ ആരെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അതിനെന്ത് വേണം? അവൻ്റെ വചനം ഉള്ളതുപോലെ സ്വീകരിപ്പാൻ, ദൈവവചനമായിട്ട് സ്വീകരിപ്പാൻ പറ്റുന്നൊരു ഹൃദയം വേണം. 2, ഏത് സാഹചര്യങ്ങളിലും മാറാത്ത ഒരു വിശ്വാസം വേണം നമ്മുടെ യേശുവിലെ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരും ഇവരൊക്കെ പലതും പറയും, എന്നാൽ ദൈവ വിളി കേട്ടവൻ പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ദൈവവചനത്തോട് അവന് താല്പര്യം കാണും. മാത്രമല്ല, സ്തോത്രം, അവൻ്റെ ജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും. ഇറ്റ് റിഫ്ലക്ട്സ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വായിച്ചാട്ട് തീർത്താട്ടെ. ഇവ നിങ്ങൾക്ക് വേണ്ടി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. കണ്ണ് കാണുന്നുണ്ട്, പക്ഷെ കുരുടനത്രേ. ദൈവസന്നിധിയിൽ ബ്ലൈൻഡ്. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും, അവന് ഹ്രസ്വദൃഷ്ടി, അവന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. സ്തോത്രം. അവൻ പാപമെല്ലാം തീർന്നു, ഞാൻ എന്താണ് നീതിമാനായി എന്നൊക്കെ മറന്നു കളഞ്ഞിട്ടാണ് ജീവിക്കുന്നത് ഇപ്പം. അതുകൊണ്ടാ പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വളരെയധികം നമ്മെ തന്നെ ശോധന ചെയ്യാം. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുന്നത്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ്, നിങ്ങളുടെ വിളി നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് പറയുന്നത്, ആ വിളിയും തിരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കണം. ഇതിനെന്താണ് ചെയ്യേണ്ടത്? വി ഷുഡ് ഹാവ് എ ഹാർട്ട് ദാറ്റ് റെസ്പോണ്ട് ടു ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിന് എപ്പോഴെങ്കിലും ഒരു വാക്യം തുറന്ന് വായിച്ചു പോകുന്നവരായിട്ടല്ല, തന്നിരിക്കുന്ന ദൈവവചനം മുഴുവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ പലകിൽ എഴുതിയിട്ട് എപ്പോഴും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അതിനെ ഹല്ലേലൂയ അപ്ലൈ ചെയ്യുന്ന ദൈവ പൈതലായിട്ട് ജീവിക്കുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടവനാണെങ്കിൽ, വിളിക്കപ്പെട്ടവളാണെങ്കിൽ, ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ. അത് ചെയ്തേ മതിയാകൂ. സമയം കിട്ടുമ്പോൾ വായിക്കാം. ചിലപ്പോൾ നമ്മൾ വായിക്കുന്നത്, ഈ ഒരു വർഷം എൻ്റെ ആകുമ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയണം, ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു തീർത്തു. അതിനു വേണ്ടി വായിക്കണ്ട. എന്നാൽ ആ ദൈവവചനത്തോടുള്ള സ്നേഹത്തിൽ, സ്തോത്രം. ഞാൻ പ്രജീഷിനെ കുറിച്ചല്ല പറഞ്ഞത്. പ്രജീഷ് ചിരിക്കുന്നു. എന്തെങ്കിലും അങ്ങനെ പ്രോമിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അറിയത്തില്ല.
പക്ഷെ ഞാൻ പറയുന്നത് ഇതിനോടൊരു സ്നേഹം വേണം. അത് ചെയ്താൽ നീ തീർച്ചയായിട്ടും സാക്ഷ്യം പറയണം. പക്ഷെ ഞാൻ പറയുന്നത് അതിനുവേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ ഈ വചനത്തിനോട് എനിക്ക് സ്നേഹമാണ്. എൻ്റെ ഹൃദയം ഇറ്റ്സ് എ റിസീപ്റ്റീവ് ഹാർട്ട് ഫോർ ഗോഡ്സ് വേർഡ്. 2, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും കിട്ടിയാൽ ഓക്കെയാണ്, കിട്ടിയില്ലേ ആകെ തകർന്നു പോകുന്നതല്ല. ഏത് സാഹചര്യത്തിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ആരെയാണ് ഞാൻ അറിയുന്നു. 3, എ ലൈഫ് ദാറ്റ് റിഫ്ലക്ട്സ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, സ്തോത്രം, ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ എനിക്ക് കഴിയണം. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാട്ടിൻ്റെ വരികൾ പാടി എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്നാട്ടെ.